ഗായത്രി 30 വർഷത്തോളം ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. നോക്കൂ, ഒരു സമരമുഖത്താണ് ഗായത്രി ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ, വനിതാ അഭിനേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ അതിജീവിത തുടങ്ങി വെച്ച ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള അധികായരുടെ വൻ വീഴ്ച, വലിയ വെളിപ്പെടുത്തലുകൾ എല്ലാം പുറത്തു വരുന്നത് ആ ഒരു പോരാട്ടത്തിൻ്റെ ചുവട് പിടിച്ചാണ്. അത് തുടർന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പെൺകുട്ടികൾ അവർ നേരിടുന്ന പീഡനങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇപ്പോൾ നോക്കൂ, സർക്കാർ വളരെ കൃത്യമായൊരു നിലപാട് കൂടി വൈകുന്നേരം തീരുമാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഇതിൽ എൻക്വയറി നടത്താൻ പോകുകയാണ്. ഇതിൽ ഉറച്ചു നിൽക്കുന്ന കേസുകളിൽ വളരെ കൃത്യമായി FIR ഇട്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാവുക. ഒന്ന് നമുക്കറിയാം, ഇന്ന് പകൽ കണ്ടത് രഞ്ജിത്തിൻ്റെ രാജിയാണ്, മറ്റൊന്ന് സിദ്ദിഖിൻ്റെ രാജിയാണ്. ഇപ്പോൾ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ സിദ്ദിഖിനെ കുറിച്ചാണ് ഏറ്റവും അധികം വലിയ പരാതികൾ ഉയർന്നിട്ടുള്ളത്. ഒരു തരത്തിലും ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ, ഒരു 15 മിനിറ്റ് ആ പെൺകുട്ടി പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ മനസാക്ഷിയുള്ള ഒരാൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്ന ഒരവസ്ഥയല്ല. പുരുഷ ജനങ്ങൾ പോലും, വീട്ടിലിരുന്ന് കാണുന്ന പുരുഷ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീർ വരുന്നൊരു സാഹചര്യം ആണ് ആ കുട്ടി ഇന്നലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായത്. സർക്കാരിൻ്റെ നിലപാടിനെ ഒപ്പം ഇപ്പോൾ നിങ്ങൾ ഒന്നാകെ കൈവരിച്ചിരിക്കുന്ന ഈ ഊർജത്തെക്കുറിച്ച് ഈ നിമിഷത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? എനിക്കൊന്ന് കൈരളി ന്യൂസിനോട് തന്നെ ഞാൻ രാവിലെ പ്രതികരിച്ച ഒരു സെൻറ്റൻസാണ് നമ്മളുടെ അവതാരിക ഇപ്പം എടുത്തു പറഞ്ഞാൽ തോന്നുന്നു. ഇന്നലെ രാത്രി നമ്മൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങിയവർ, വീട്ടിലിരിക്കുന്ന പുരുഷന്മാർ പോലും കണ്ണീരണിഞ്ഞുകൊണ്ട് നമ്മൾ ഉറങ്ങിയപ്പോൾ ഇന്ന് രാവിലെ ആദ്യമേ കാണുന്ന വാർത്ത സിദ്ദിഖിൻ്റെ രാജി എന്നുള്ളതാണ്. ഈ ലോകം സാംസ്കാരികമായി മുന്നോട്ടാണ് എന്ന് പറയുന്ന വലിയ പ്രതീക്ഷയുടെ ഒരു പുലരിയാണ് നമ്മളിന്ന് കണ്ടത്. അത് ഇപ്പം അവതാരിക പറഞ്ഞത് തീർച്ചയായിട്ടും സിദ്ദിഖ് ആണ് ഏറ്റവും വലിയ ക്രൂരമായ അവസ്ഥയിലുണ്ടായ പ്രവൃത്തി ചെയ്ത ആളാണെന്ന് പറഞ്ഞു. പക്ഷേ അല്ല, ഒരു അസോൾട്ടിനെയും ചെറുതായി കാണുന്നില്ല, ഒരു അസോൾട്ടിനെയും ചെറുതായി കാണാൻ കഴിയില്ല. അത് വെർബലായാൽ പോലും അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന അവസ്ഥയല്ലല്ലോ. അതെ, അല്ല, അതാണ് ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. കാരണം ഇതിനകത്ത് ഒരു ആവേശവും നമ്മൾ കാണിക്കേണ്ടതില്ല. മാധ്യമങ്ങളോട് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും. കാരണം സോഷ്യൽ മീഡിയ കാണുമ്പോൾ പൊതുസമൂഹത്തിനും ഇതേ ഇക്കിളിപ്പെടുത്തുന്ന കമൻസുകളും ഇന്നലെ ആ കുട്ടിയും സോണിയ മൽഹാറും ഒക്കെ പറയുന്ന പ്രസ്താവനകളുടെ അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടുള്ള അനുഭവ വിശദീകരണങ്ങളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഇക്കിളി സ്വഭാവം കമന്റുകളൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അത്തരത്തിലുള്ള ഒരു ആസ്വാദനവും ആവേശവും നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമില്ല. ഇത് മുന്നോട്ട് തന്നെയാണ്. സർക്കാർ നിശ്ചയദാർഢ്യത്തിലാണ്. ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ്. ഇത് വളരെ കൃത്യമായി ഒരു സമൂഹത്തിന്റെ സ്ത്രീപക്ഷ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ്. സിനിമയുൾപ്പെടെയുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ എല്ലാ തൊഴിലിടങ്ങളിലും ജീവിതത്തിനും കുടുംബത്തിനകത്തും വീട്ടിനകത്തുമുള്ള സ്ത്രീവിരുദ്ധതയെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോഗ വസ്തു, ആസ്വാദന വസ്തു എന്ന് പറയുന്ന ഒരിടത്തേക്ക് മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തിരശീല ഇടാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരമാണ്. തീർച്ചയായിട്ടും നീലിമ പറഞ്ഞത് വളരെ കൃത്യമാണ്. വലിയ സമരമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സമരം പക്ഷേ ഏറ്റവും ആർജവമുള്ള സമരമാണ്, ഊർജ്ജമുള്ള സമരമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സ് പുറത്തു വന്നതിന് ശേഷം സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ, സർക്കാർ എടുത്തിരിക്കുന്ന അടുക്കും ചിട്ടയുമുള്ള, അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത്. മാധ്യമങ്ങളോടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തോടുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റാണ്. അടുക്കും ചിട്ടയോടും കൂടി ഒരാരോപണം വന്നാൽ അതിന് കൃത്യമായ നിയമത്തിൽ എന്താണ് അടുത്ത പരിപാടിയെന്ന് നമ്മൾ അന്വേഷിക്കുക, നിയമ നടപടികൾ എന്താണെന്ന് അന്വേഷിക്കുക, ആ നിയമ നടപടിക്ക് അനുസരിച്ച് അതിനെ ഫയൽ ചെയ്യുക, അതിലേക്ക് പോവുക. എത്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹത്തോട് മാറി നിൽക്കാൻ നിർബന്ധമായും പറയുക, അതിനുള്ളിൽ തന്നെ സ്വമേധയാ രാജിയിലേക്ക് വരിക. അന്വേഷണം ഉണ്ടാവട്ടെ. മലയാള സിനിമയെ ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരിക്കും ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിനകത്ത് ഒരു കക്ഷി രാഷ്ട്രീയവും ഞാൻ കാണുന്നില്ല. ആരുടെ പേര്, ഇപ്പം സിദ്ദിഖ് കോൺഗ്രസ്സുകാരനാണ്,
ഇന്ന് സിദ്ദിഖിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ അവതാരികയോട് ഏറ്റവും അധികം രൂക്ഷമായി പ്രതികരിച്ച മോശമായ ഭാഷാപ്രയോഗം പോലും ഉണ്ടായ, ഞാനും ഒരു അമ്മയ്ക്ക് ജനിച്ചവനാണ് എന്ന് ഒരു അവതാരികയോട് വളരെ മ്ലേച്ഛമായ ബോഡി ലാംഗ്വേജിൽ പറഞ്ഞിട്ടുള്ള ധർമ്മജൻ എന്ന് പറയുന്ന നടൻ ഇത്തരത്തിലൊന്നും അല്ല പ്രതികരിക്കേണ്ടത്. കല സാമൂഹ്യ സംസ്കരണത്തിനാണ്, കല ജീവിതത്തിനാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാവാൻ പാടില്ല. അതിന് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും പിൻബലം വേണ്ട, ഇടതുപക്ഷ മനസ്സിൻ്റെ പിൻബലം വേണം. ഇടതുപക്ഷ കക്ഷി പാർട്ടിക്കാരെ അല്ല, കക്ഷി രാഷ്ട്രീയമല്ല അതിൻ്റെ അകത്ത് വലുത്, ഇടതുപക്ഷ മനസ്സുണ്ടാവണം. ആ ഇടതുപക്ഷ മനസ്സിൽ നിന്നുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുമ്പോൾ അത് നിയമമായും നടപടിയായും മുന്നോട്ട് നടപടിക്രമങ്ങളായി വരുമ്പം അതിൻ്റെ അടുക്കും ചിട്ടയിലും അത് പോകുമ്പം ഇത് ഏറ്റവും നല്ലൊരിടത്തേക്ക് തന്നെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ മാറുന്നത് എന്നുള്ള ഊർജം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. ഗായത്രി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സർക്കാരിനെതിരെ വലിയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് എൻ്റെയും അതുപോലെ ഗായത്രിയുടെയും എല്ലാം താല്പര്യമാണ്. പക്ഷേ ഇതുകൂടി വളരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന ഒരു ദുരവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നാകുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യത്തിലേക്ക് പ്രതിപക്ഷം വരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചു. എന്തിനാണത് ചെയ്തത്? പ്രമുഖരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ള ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയല്ലേ ഇന്ന് ഉണ്ടായിരിക്കുന്ന 2 രാജികൾ? തീർച്ചയായിട്ടും നിലിമ, ഞാൻ ഇതിൻ്റെ അകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്ന് പറഞ്ഞു സ്ത്രീകളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം സിനിമയുടെ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്കറിയാം, ഇത് പുറത്ത് വന്ന് നമ്മൾ ആ കമ്മിറ്റി ഫൈൻഡിങ്സ് മുഴുവനായിട്ട് 62 പേര് മൊഴി കൊടുത്തപ്പോൾ ആ 62 പേരിൽ 10 മണിക്കൂർ വരെ സംസാരിച്ച സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞ് മൊഴി കൊടുക്കുമ്പോൾ ഇതിലും വലിയ വൻ തൂണുകൾ നിലം പൊത്തുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ നിലംപൊത്തുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ സ്വാധീനമുള്ള ആണധികാരത്തിൻ്റെ ഇടങ്ങളിൽ വിരാജിച്ചിരിക്കുന്ന ചക്രവർത്തിമാരൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ ആരോപണങ്ങൾക്ക് വിധേയരാകുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകളെ ഏതെല്ലാം രീതിയിൽ, ചിലപ്പോൾ അവരുടെ ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആത്മഹത്യ ചെയ്തു പോകുന്ന അധിക്ഷേപങ്ങളിലേക്കൊക്കെ ഇവരുടെ ഫാൻ ക്ലബ്ബുകളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ പ്രചാരണങ്ങൾ, ഒരു സാമൂഹ്യ അരാജകത്വത്തിലേക്ക് ഇത് മാറും എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു എനിക്ക്. അത്തരത്തിലൊരു ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇനിയും എന്തിനാണ് പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നത്, സ്ത്രീകളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് എന്തിനു പുറത്തു വരണം, അതല്ലാതെ ഇച്ഛാശക്തിയോടെ ഗവൺമെൻറ് അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ റെഗുലേറ്ററി അതോറിറ്റി നിയമം കൊണ്ടുവരുവാനുള്ള നിയമ നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങി. അത്തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതുപോലെ തന്നെ കോർപ്പറേഷനുമായിട്ട് സിനിമകൾ, സ്ത്രീകളുടെ 4 സിനിമകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു, റിലീസ് ചെയ്ത് കഴിഞ്ഞു. സർക്കാർ അത് ഉത്തരവാദിത്വത്തോടു കൂടി എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ സിനിമയുടെ ഇതര ടെക്നിക്കൽ ഭാഗങ്ങളിൽ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, അതിന് അക്കാഡമിക്കലി അവരെ പരിശീലനം കൊടുക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സിനിമയുടെ വിവിധ മുഖങ്ങളിലേക്ക് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന രീതിയിലേക്കും സ്ത്രീകൾക്ക് പഠിച്ച് വിജ്ഞാനത്തോടു കൂടി തന്നെ ടെക്നിക്കൽ മികവോടുകൂടി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഊർജവും ആത്മവിശ്വാസവും കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുന്ന നടപടികളിലേക്ക് ഈ സർക്കാർ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. നിർഭാഗ്യവശാൽ ഇത്തരം നടപടിക്രമങ്ങൾ ഒന്നും ജനങ്ങളെ അറിയിക്കാൻ ഒരു മാധ്യമവും, ഈ പോപ്പുലറായി നിൽക്കുന്ന ഈ പൈങ്കിളി കഥകളുടെ പിന്നാലെ പോകുന്ന ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ളിടത്ത് നമ്മളും +2 കഴിഞ്ഞാൽ, പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ സിനിമ എനിക്ക് പഠിക്കാനുണ്ട്, എന്നെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്ക് അറിയുന്ന ഒരിടത്തേക്ക് നമ്മുടെ സമൂഹം മാറുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ എത്രയോ പരാതികളിൽ കേസെടുത്തു, എത്ര പേര് ജയിലിലേക്കായി, അതിനൊക്കെ വളരെ സ്വകാര്യ സ്വഭാവമുള്ളതുകൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഉൾപ്പെടെയുള്ള പരാതികളിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെല്ലാം രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് അത് പലതും ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ടില്ല. കൃത്യമായി നിവർന്നു നിന്നുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീകളുടെ എല്ലാ പ്രശ്നത്തിലും ഈ കാലയളവിൽ, ഈ 4.5 വർഷത്തിൻ്റെ കാലയളവിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കകത്തും കൃത്യമായ നിയമ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. അതിജീവിതയുടെ മാത്രമല്ല,
ആ വലിയ കേസിലുണ്ടായ അതിജീവിതയുടെ മാത്രമല്ല മറ്റു പലരുടെയും കേസുകൾ ഇത്തരത്തിൽ സർക്കാർ നിയമ നടപടികളിലേക്ക് പോകുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ബോഡികൾ അത്തരം നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാമായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ സോഷ്യൽ എന്താ പറയുക, ഒരു സാമൂഹ്യ അരാജകത്വത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഒരു ഇതുണ്ടാവരുത്. പക്ഷെ വിപ്ലവം വഴിയേ വരും. വിപ്ലവത്തിന് ചില ബഹളങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് ഇങ്ങനെ വന്നു. വളരെ മലയാള സിനിമയിൽ ഒരു മഹാവിപ്ലവത്തിനാണ് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. സമാധാനമായി.